ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ കറിയാണ്, പീച്ചങ്ങ പരിപ്പ് കറി. അപ്പോൾ നമ്മൾ സാധാരണ പീച്ചങ്ങയും പരിപ്പൊക്കെ ഉണ്ടാക്കുന്നതിന് കുറച്ചൊരു വ്യത്യസ്തമായിട്ട് ഉള്ളിയും തക്കാളിയൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ചോറിനും ചപ്പാത്തിക്കൊക്കെ കൂട്ടാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ടൊന്ന് ചൂടായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് മാത്രം ഒന്നിങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം. ഇത് രണ്ടും നന്നായിട്ടൊന്ന് പൊട്ടട്ടെ കേട്ടോ. എന്നിട്ട് നമുക്കിതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ കടുകും ചെറിയ ജീരകം നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അതുപോലെ ഒരു 2 അല്ലി കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4-5 വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ വെളുത്തുള്ളി നന്നായിട്ടൊന്ന് നമ്മൾ മൂപ്പിച്ചെടുക്കാം കേട്ടോ എണ്ണയിൽ. നമ്മൾ ഈ പരിപ്പൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് വെളുത്തുള്ളിയൊക്കെ ചേർക്കുമ്പോൾ നല്ലതാണ്. നമുക്ക് ആ ഒരു ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ആ ഒരു ടേസ്റ്റുമാണ് കേട്ടോ. ഒരു വെളുത്തുള്ളി ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ വെളുത്തുള്ളിയുടെ ആ ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്കത് ചേർക്കണ്ട കേട്ടോ. ഇപ്പോൾ വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് മുരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. ചെറിയൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിമൊക്കെ നന്നായിട്ട് കുറച്ച് വെക്കാം. ഇതിലേക്ക് ഒരു 4 പച്ചമുളക്, അത് ഇവിടെ വെള്ളമുളക് കണ്ടു, ഇവിടെ വീട്ടിലുണ്ടായിട്ടുള്ള മുളകാണ്, അത് എരിവൊന്നുമില്ല. അപ്പോൾ ഈ ഒരു മുളക് 4 എണ്ണം ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു 10 ചെറിയ ഉള്ളി ഉണ്ട് കേട്ടോ. അപ്പോൾ അത്രയും ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ചെറുള്ളി ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ ഉള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. സവാളയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെറുള്ളി ആയിരിക്കും കുറച്ചുകൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മളിതെല്ലാം കൂടെ എണ്ണയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ പരിപ്പ് വേവിക്കുമ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും ഇട്ട് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ചെറുള്ളിയൊക്കെ ഏകദേശം ഒന്നിങ്ങനെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാടങ്ങ് ബ്രൗൺ കളർ ആയിട്ടില്ല, എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം ഒന്ന് വഴന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പീച്ചങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിട്ട് കൊടുക്കാം. അപ്പോൾ ഇതും കൂടെ ചേർത്ത് കുറച്ച് സമയം നമ്മൾ വഴറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് വേവിക്കുന്നതിനേക്കാളും ഇങ്ങനെ വഴറ്റിയിട്ട് വേവിക്കുമ്പോൾ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഞാൻ സിമ്മിലിട്ടിട്ട് ഇങ്ങനെ കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ കുറച്ച് മാത്രം ഇട്ട്, ഒരുപാട് വേണ്ട, കുറച്ച് മാത്രം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കുക. കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാൻ കേട്ടോ. സിമ്മിലിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ആ ഒരു പീച്ചങ്ങയൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിക്കോളും. നല്ല പിഞ്ചാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. കുറച്ച് സമയം നമ്മൾ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ബാക്കി ഇതൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ കുറച്ചൊരു മൂപ്പ് തോന്നിയിട്ടുണ്ട് എനിക്ക് നോക്കിയപ്പം. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ കുറച്ച് സമയം സിമ്മിലിട്ടിട്ട് ഇങ്ങനെ ആക്കുമ്പോൾ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിക്കോളും. പിന്നീട് നമ്മൾ ഒരുപാട് സമയം നമ്മൾ പരിപ്പൊക്കെ വെച്ചിട്ട് വേവിക്കണ്ടല്ലോ, കാരണം പരിപ്പ് ഓൾറെഡി വെന്തതാണ്. അപ്പോൾ എല്ലാം കൂടെ അങ്ങ് കുഴഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ടാണ്. ഞാനിതിലേക്ക് തക്കാളി ചേർക്കാൻ മറന്നുപോയി. അപ്പം നമുക്ക് ഒരു വലിയ തക്കാളി ആണെന്നുണ്ടെങ്കിൽ ഒരു പകുതി, അപ്പോൾ അല്ലെങ്കിൽ ചെറിയ തക്കാളി ആണെങ്കിൽ ഒന്ന് മുഴുവൻ കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറുതായിട്ട് അരിഞ്ഞുകൊണ്ട് തന്നെ ഒന്ന് മൂടി വെച്ച് വേവിക്കുമ്പോൾ അത് നന്നായിട്ടൊന്ന് വെന്തോളും. ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. നമ്മൾ ആദ്യം ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ രണ്ടാമത് ആക്കേണ്ട ആവശ്യമില്ലായിരുന്നു. നമ്മൾ ആ ഉള്ളിയും ഒക്കെ ഇട്ടില്ലേ, അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ തക്കാളിയും കൂടെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് പീച്ചങ്ങ അരിഞ്ഞിട്ട് കൊടുത്താൽ മതിയായിരുന്നു. തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞിട്ടുണ്ട് കേട്ടോ. ഉണ്ടല്ലേ. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ബാക്കിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പരിപ്പ് വേവിച്ച് വെച്ചാൽ ചേർത്ത് കൊടുക്കുകയാണ്.
അപ്പോൾ നമ്മൾ പരിപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇങ്ങനെ തന്നെ നമ്മൾ ആ ഒരു പീച്ചങ്ങയുടെ കറി നല്ല ടേസ്റ്റാണ് കേട്ടോ. കാരണം നമ്മളിങ്ങനെ ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റിയിട്ട് വെളുത്തുള്ളിയൊക്കെ മൂപ്പിച്ചല്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്, നല്ലൊരു മണമൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ പരിപ്പും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുകയാണേ. അപ്പോൾ ഫുള്ളായിട്ട് ഒഴിക്കുന്നില്ല, ആവശ്യത്തിന് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ഗ്രേവിയുടെ പാകത്തിനനുസരിച്ച് ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഇതാ കുറച്ചും കൂടെ ഒന്ന് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ മതി, അത് ചൂടാറുന്ന സമയത്ത് കുറച്ചും കൂടെ അങ്ങ് തിക്കായിക്കോളും. അപ്പോൾ നമ്മളിതാ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവുകയാണേ. ഇപ്പം നമ്മൾ തേങ്ങ ചേർക്കുമ്പോൾ ഇങ്ങനെ തേങ്ങയുടെ ഒരു ഇങ്ങനെ കാണുമല്ലോ, ഇതാകുമ്പോൾ നമ്മൾ തേങ്ങ ചേർത്ത പോലെ അറിയില്ല, എന്നാൽ സാധാ ഒരു പരിപ്പ് കറിയുടെക്കാളും കുറച്ചുകൂടെ തേങ്ങാപ്പാലൊക്കെ ചേർത്തോണ്ട് നല്ലൊരു ടേസ്റ്റും ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെ നമ്മളുടെ പീച്ചങ്ങ പരിപ്പ് കറിയുടെ റെഡി ആയിട്ടുണ്ട്. ചോറിനൊക്കെ നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ. അപ്പം നമുക്ക് ചോറിനും അതുപോലെ ചപ്പാത്തിക്കൊക്കെ പറ്റിയ നല്ലൊരു കറി തന്നെയാണ്. ഇനി നമുക്കിത് ചൂടോട് കൂടി ഒരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഇനി പീച്ചങ്ങ കിട്ടുന്ന സമയത്ത് സാധാരണ ഉണ്ടാക്കുന്നതിന് കുറച്ചൊരു വ്യത്യാസമായിട്ട് ഉള്ളിയും തക്കാളിയും അതുപോലെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതുപോലെ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ.